പശ്ചിമേഷ്യൻ മാധ്യമങ്ങൾ ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദിൻ്റെ വിജയകഥകൾ അഭിമാനത്തോടെ അവതരിപ്പിക്കുമ്പോൾ ഒരു സത്യം പലപ്പോഴും അവർ മറന്നു പോകുന്നുണ്ട്: പരാജയങ്ങൾ. അത്തരം ഒരു പരാജയത്തിൻ്റെ ജീവൻ്റെ കഥയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഖലീൽ അൽ ഹയ്യ. മൊസാദ് പലതവണ കൊല്ലാൻ ശ്രമിച്ചിട്ടും അയാൾ ഇപ്പോഴും ജീവിച്ചു നിൽക്കുന്നു. ഒടുവിൽ അതേ മനുഷ്യനുമായി സമാധാന ചർച്ചകൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് ഇരിക്കേണ്ടി വന്നു മൊസാദിന്. ഒരു സാധാരണ ഫലസ്തീൻ യുവാവിൽ നിന്ന് ഹമാസിന്റെ ചീഫ് നെഗോഷിയേറ്ററായി ഉയർന്നു വന്ന ഈ നേതാവിൻ്റെ ജീവിതം അടിയറവ് പറയിക്കാത്ത പ്രതിരോധത്തിൻ്റെ അനന്തമായ പ്രതീക്ഷയുടെ ധീരമായ പ്രതീകമാണ്. അദ്ദേഹത്തിൻ്റെ കഥ നമ്മെ എല്ലാവരും ഒരു തരത്തിൽ പ്രചോദിപ്പിക്കുന്നുണ്ട്. ഏറ്റുമുട്ടലുകൾക്കിടയിലും സ്വപ്നങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല എന്ന കൃത്യത്തോടെ 1960 നവംബർ 5 ഗസ സ്ട്രിപ്പിലെ ജബാലിയ പ്രദേശത്ത് ഒരു സാധാരണ ഫലസ്തീൻ കുടുംബത്തിൽ ജനിച്ച അലീൽ ഇസ്മായിൽ ഇബ്രാഹിം അൽ ഹയ്യ. അധിനിവേശത്തിൻ്റെ നേലിൽ വളർന്ന ഈ ബാലന് അടിച്ചമർത്തലിൻ്റെ വേദന അറിയാതിരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തളർത്തിയില്ല. ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം, ജോർദാനിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റേഴ്സ്, സുഡാനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ദി ഹോളി ഖുർആൻ ആൻഡ് ഇസ്ലാമിക് സയൻസിലെ PhD. ഈ വിദ്യാഭ്യാസം അദ്ദേഹത്തെ ഒരു പണ്ഡിതനുമാക്കി, അതുപോലെ ഒരു ചിന്തകനുമാക്കി. 1980കളുടെ തുടക്കത്തിൽ സുന്നി ഇസ്ലാമിക പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡിലേക്ക് ചേർന്നു അദ്ദേഹം. ഇസ്രായേൽ അധിനിവേശം രൂക്ഷമായ കാലമായിരുന്നു അത്. 1987 സ്ഥാപിതമായ ഹമാസിൻ്റെ ഭാഗമായി യഹ്യ സിൻവാറിൻ്റെ സഹചാരിയായി നിലനിന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ശക്തിയും അധിനിവേശത്തിനെതിരായ പ്രതിരോധത്തിൻ്റെ ആയുധമാക്കി മാറ്റുകയായിരുന്നു ഖലീൽ. അതൊരു യുവാവിൻ്റെ ധൈര്യത്തിൻ്റെ തുടക്കമായിരുന്നു. അധിനിവേശത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ യുവാക്കളെ സംഘടിപ്പിക്കുന്നതിൽ ഖലീലിൻ്റെ പങ്ക് അമൂല്യമായിരുന്നു. പക്ഷെ അതിൻ്റെ വിലയും അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അറസ്റ്റുകൾ, തടങ്കലുകൾ. 1987 ആദ്യ അറസ്റ്റ്, 3 മാസം തടവ്. 1990കളുടെ തുടക്കത്തിൽ 3 വർഷം ജയിലിൽ കഴിയേണ്ടി വന്നു. 1992 മുതൽ 15 വർഷത്തെ ശിക്ഷ. 2004 മോചിതനായെങ്കിലും ഈ അനുഭവങ്ങൾ അദ്ദേഹത്തെ മാറ്റിമറിച്ചിരുന്നു. ജയിൽവാസത്തിന് ശേഷം സുഡാനിലേക്ക് പോയി PhD പൂർത്തിയാക്കി. അവിടെ നിന്ന് ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഖുദ്സ് ഫോഴ്സുമായി ബന്ധങ്ങൾ സ്ഥാപിച്ചു. പിന്നീട് ഈജിപ്ത് വഴി ഗസയിലേക്ക് മടങ്ങി. ഈ യാത്രകൾ ആ നേതാവിനെ രൂപീകരിക്കുകയായിരുന്നു. തടവുകൾ അദ്ദേഹത്തെ തകർത്തിരുന്നില്ല, മറിച്ച് ഹമാസിൻ്റെ രാഷ്ട്രീയ സൈനിക വിഭാഗങ്ങളുമായുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു. ഖലീലിൻ്റെ ജീവിതം നമ്മോട് പറയുന്നത് പാതകളിൽ നിന്ന് ഉയരാൻ വേണ്ടിയാണ്. അവയെ സ്വീകരിക്കണം. ഓരോ തടവും അയാൾക്കൊരു പാഠമായിരുന്നു, പ്രതിരോധത്തിലൂടെയുള്ള അനുഭവത്തിൻ്റെ പാഠം. 2006 ഗസ സിറ്റിയുടെ പ്രതിനിധിയായി ഫലസ്തീൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2007 ഹമാസ് ഗസ തിരിച്ചു പിടിച്ചപ്പോൾ അദ്ദേഹം മുന്നണിയിൽ നിൽക്കുന്നുണ്ട്. 2017 മുതൽ ഗസയിലെ പ്രാദേശിക പോളിറ്റ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ഹെഡായിരുന്നു. 2021 യഹ്യ സിൻവാറിൻ്റെ ഡെപ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ ഗസ ബ്യൂറോയുടെ ആക്ടിംഗ് ചെയർമാൻ. യഹ്യ സിൻവാറിനെ പോലെ സൈനിക ശക്തിപ്പെടുത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവർക്ക് വിപരീതമായി ഖലീൽ രാഷ്ട്രീയ ചർച്ചകളിലാണ് മിടുക്ക് പുലർത്തിയത്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിനു ശേഷം യഹ്യ സിൻവാറിൻ്റെ മരണത്തിനും ശേഷം ഖത്തറിലെ 5 അംഗ നേതൃത്വ കൗൺസിലിൻ്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം. ഹമാസിൻ്റെ ഭാവി അദ്ദേഹത്തിൻ്റെ കൈകളിലായിരുന്നു. നേതൃത്വത്തിൻ്റെ വില ഖലീലിന് നന്നായി അറിയാം. മൊസാദിൻ്റെ ടാർഗറ്റായിരുന്ന അദ്ദേഹത്തിനെതിരെ നിരവധി ആക്രമണങ്ങൾ. പക്ഷേ ഏറ്റവും വലിയ വേദന കുടുംബത്തിൻ്റെ നഷ്ടമായിരുന്നു. 2007 ഭാര്യ, 3 മക്കൾ, 3 സഹോദരങ്ങൾ. ഒരു ആക്രമണത്തിലാണ് ഇവരൊക്കെ നഷ്ടപ്പെടുന്നത്. 2008 മകൻ ഹംസ, 2014 ഗസ യുദ്ധത്തിൽ മൂത്ത മകൻ ഉസാമയും 3 കുഞ്ഞുമക്കളും. 19 കുടുംബാംഗങ്ങളാണ് ഒറ്റയടിക്ക്. ആ സമയം അദ്ദേഹം വീട്ടിലില്ലായിരുന്നു. ഖലീലിൻ്റെ യഥാർത്ഥ ശക്തി യുദ്ധമൈത്രിയിലാണ്. യുദ്ധവിരാമ ചർച്ചകൾ, മധ്യസ്ഥതകൾ, ഈജിപ്ത്, ഖത്തർ, US എല്ലാം അദ്ദേഹം നയിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷമുള്ള ഗസ യുദ്ധത്തിൽ വെടിനിർത്തൽ, ബന്ദിമോചനം എല്ലാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നത്. 1 മാസം മുമ്പ് ദോഹയിൽ മൊസാദ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷേ അവിടെയും അദ്ദേഹം രക്ഷപ്പെട്ടു. ഇതേ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ ഇദ്ദേഹത്തെ പിന്നീട് തേടി വരികയായിരുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.